ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഷമാം ഷേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഒരു ഷമാം ഷേക്കിൻ്റെ റെസിപ്പി അല്ല, ഇതൊരു വെറൈറ്റി ഷേക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ വേനൽക്കാലം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഗസ്റ്റ് വരുന്ന ആയിക്കോട്ടെ, നല്ല ഈസി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് ഈ ഷമാം ഷേക്ക്. ഇതിപ്പോൾ വേനൽക്കാലം കഴിഞ്ഞെങ്കിലും നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഒരു ജ്യൂസൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ടേസ്റ്റി, നമ്മൾ കൂടുതലൊന്നും അങ്ങനെ കഴിക്കാത്ത ഒരു ടേസ്റ്റുള്ള ഒരു ഷേക്കാണ് ഈ ഷമാം ഷേക്കിൻ്റെ റെസിപ്പി. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്മോൾ സൈസ് ഷമാം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഷമാമാണ്. നിങ്ങളെപ്പോഴും എടുക്കുമ്പോൾ ജ്യൂസ് അടിക്കാനായിക്കോട്ടെ, ഷേക്ക് അടിക്കാനായിക്കോട്ടെ, നിങ്ങളെടുക്കുമ്പോൾ നല്ല പഴുത്ത ഷമാം എടുക്കാൻ നോക്കാം. ഈ ഷമാമ് ഞാൻ ഈ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പഴുത്ത തന്നെ എടുക്കണമെന്ന് പറയുന്ന കാര്യം, നമ്മൾ എത്ര മിക്സിയിലിട്ട് അടിച്ചാലും കുറച്ച് കട്ടിയുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കും. പഴുത്താണെങ്കിൽ നല്ല മധുരവും ഉണ്ടാവും, പെട്ടെന്നത് മിക്സിയിലിട്ട് അടിക്കാനും എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഒരു ജാറിലേക്ക്, വലിയ ജാറിലേക്ക് അത് മാറ്റാം. ഇനി ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ ഒരു ചെറിയ സ്പൂൺ, ഒരു 3 സ്പൂൺ പഞ്ചസാരയ്ക്ക് ചേർക്കുന്നുള്ളൂ. അത്യാവശ്യം മധുരം ഷമാമിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഷമാമ് അത്ര മധുരമില്ലാത്ത ഷമാമാണെങ്കിൽ ഓരോരുത്തരുടെയും ടേസ്റ്റിൻ്റെ പ്രിഫറൻസ് പോലെ നിങ്ങൾക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 3 സ്പൂണാണ് ചേർത്ത് കൊടുക്കണേ. ഇപ്പം നമ്മൾ എന്തോരം സ്പൂൺ വേണോ അതിനേക്കാളും കുറച്ച് ചേർക്കുക. കാര്യം നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം കൂടുതൽ മധുരം ഉണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ആരും അങ്ങനെ മിൽക്ക് മെയ്ഡ് ഷേക്കിൽ ചേർക്കാറില്ല. നമുക്ക് ഈ ഷമാം ഷേക്കിൽ മിൽക്ക് മെയ്ഡാണ് മെയിൻ ഗെയിം ചേഞ്ചർ. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലാത്ത കൊണ്ടിട്ട് നാവിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട്. ആൻഡ് ഇനി ഞാനിതിലേക്ക് കുറച്ച് പാല് ഐസായത് ഒഴിച്ചിട്ടുണ്ട്. ആൻഡ് നല്ല തണുപ്പിച്ച പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അല്ല, നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കരുത്, പാല് തന്നെ ചേർക്കാൻ നോക്കാം. നന്നായിട്ട് തണുപ്പിച്ചിട്ട് പാല് തന്നെ ചേർക്കാൻ നോക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും ഷമാമിൻ്റെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഷമാം ജ്യൂസ് നമ്മൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചില കട്ടകൾ വീണിട്ടുണ്ട്. അത് കുഴപ്പമില്ല, എനിക്ക് ഷമാം കഴിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്കിതിൻ്റെ ഒരു ടോപ്പിങ്സ് പോലെ ഇതിലേക്ക് ഞാൻ കസ്കസ് കുറച്ച് വെള്ളത്തിൽ അലിയിച്ച്, അതായത് സബ്ജ സീഡ് കുറച്ച് അലിയിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത് ചിയാ സീഡാണ് ഉള്ളെങ്കിൽ ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറേ നേരം മുന്നേ ചേർത്ത് കൊടുത്തത് വേണ്ട, അല്ലെങ്കിൽ അതാകുമ്പോൾ ഇങ്ങനെ കട്ടി പോലെ ഇരിക്കും, അത് വേണ്ട. കുറച്ച് വെള്ളത്തിൽ ഇത്തിരി നേരം ഡിപ്പ് ചെയ്തിട്ട് കസ്കസ് മതി. ഇതിൻ്റെ കൂടെ കസ്കസും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ക്യാമറയുടെ പ്രശ്നമായിരിക്കും, ഈ കളറല്ല, നമ്മുടെ ലൈറ്റിൻ്റെ പ്രശ്നമാണ്. ഈ കളറല്ല, നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഷമാം ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. മിൽക്ക് മെയ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് അയ്യോ മിൽക്ക് മെയ്ഡ് ആരോ ഷേക്കിലിടണേന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട്, വെറൈറ്റി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. ഇതിനാകെ നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കുന്നത് മിൽക്ക് മെയ്ഡ് മാത്രമാണ്. മിൽക്ക് മെയ്ഡും ഷമാമും മാത്രമാണ്. ഷമാം ഉണ്ടാവുമല്ലോ എന്തായാലും, നമ്മളിപ്പോൾ ഒരു ജ്യൂസ് അടിക്കണമെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഷമാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഷമാം ജ്യൂസോ ഷമാം ഷേക്കോ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു കാര്യമാണ് മിൽക്ക് മെയ്ഡും കൂടി ഇട്ടിട്ട് അടിക്കുക എന്നുള്ളത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് അധികമൊന്നും വേണ്ട, നമ്മൾ കുറച്ച്, ഇപ്പം ആ ഒരു ചെറിയ പാക്കറ്റിൻ്റെ ഒരു 3 സ്പൂൺ, ഒരു 5 സ്പൂൺ ഇടാവുന്ന അത്രയും മതിയായിരിക്കും. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ശ്രദ്ധിക്കാം, ഇപ്പം നമുക്ക് ഇതിൽ വേണമെങ്കിൽ കാഷ്യൂ നട്ട്സൊക്കെ ചേർത്തിട്ട് അടിക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും, വേറൊരു വ്യത്യാസമായിട്ടുള്ള നല്ല ടേസ്റ്റ് വരും. പക്ഷേ ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ടോപ്പിങ്സ് ആയിട്ട് കസ്കസ്, ടോപ്പിങ്സ് ആയിട്ട് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാം. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസും വെറൈറ്റി റെസിപ്പീസും അറിയാനായിട്ട് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.